ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഈ മാസം 22 നടത്തിയ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പരീക്ഷയിലെ 20 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PSC ഇപ്പൊ നടത്തുന്ന, അതായത് റീസെന്റ് ആയിട്ട് നടത്തുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ ആദ്യത്തെ കോളത്തിൽ കുറച്ച് നവോത്ഥാന നായകരെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നവോത്ഥാന നായകർ ആരൊക്കെയാണെന്ന് നോക്കാം. അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദ, വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഇപ്പുറത്ത് ആത്മവിദ്യാ സംഘം, സാധുജന പരിപാലന സംഘം, ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ, സമത്വ സമാജം. എങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്? അയ്യങ്കാളി രൂപീകരിച്ചത് സാധുജന പരിപാലന സംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വാഗ്ഭടാനന്ദ ആത്മവിദ്യാ സംഘം, വക്കം അബ്ദുൾ ഖാദർ മൗലവി ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ 91st Amendment Act 2003, the Council of Ministers shall not exceed. 2003 91ാമത്തെ അമെൻമെന്റ് ആക്ട് അനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നമ്പർ എത്രയിൽ കൂടാൻ പാടില്ല? 15% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ഓർ അസംബ്ലി. 15% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ഓർ അസംബ്ലി. അടുത്ത 3 ക്ലൂ തന്നിട്ടുണ്ട്. ആളെ ഐഡന്റിഫൈ ചെയ്യാനാണ്. ഐഡന്റിഫൈ ദ പേഴ്സൺ. He is the former Chancellor of Jawaharlal Nehru University. He is the recipient of Padma Shri, Padma Bhushan and Padma Vibhushan. He is the chairman of the 12-member steering committee responsible for developing a new national curriculum framework. ആരാണ് ഇദ്ദേഹം? ഡോക്ടർ കസ്തൂരി രംഗനാണ്. ഡോക്ടർ കസ്തൂരി രംഗൻ, former Chancellor of JNU. He is the recipient of Padma Shri, Padma Bhushan and Padma Vibhushan. He is the chairman of the 12-member steering committee responsible for developing a new national curriculum framework. Okay. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പൊ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ആദ്യം നടന്നതിൽ നിന്നും അങ്ങോട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, കുറിച്യ റിവോൾട്ട്, പാലിയം സത്യാഗ്രഹ, കുണ്ടറ പ്രൊക്ലമേഷൻ. ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? കുണ്ടറ വിളംബരമാണ് ആദ്യം നടന്നത്, 1809. അടുത്ത കുറിച്യ റിവോൾട്ട് 1812. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936. പാലിയം സത്യാഗ്രഹ 1947. ഇതാണ് ആ ഒരു ഓർഡർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പവേഴ്സ് ഓഫ് ഹൈക്കോർട്സ്. ഹൈക്കോർട്സിന്റെ പവേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ഹിയർ അപ്പീൽസ് ഫ്രം ലോവർ കോർട്ട്. ലോവർ കോർട്ടിൽ നിന്ന് അപ്പീല് കേൾക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ഇഷ്യൂ റിട്ട് ഫോർ റീസ്റ്റോറിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ഇതാണ് 2 പവേഴ്സ് തന്നിരിക്കുന്നതിൽ. അടുത്ത ചോദ്യം,
The Shunya campaign recently launched by Niti Aayog is an initiative to promote Shunya campaign. നീതി ആയോഗ് ലോഞ്ച് ചെയ്ത ശൂന്യ ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾസ് ആണ്. സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾസ്. ഓപ്ഷൻ എ 1 only ഈസ് കറക്റ്റ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ദേവി ശക്തി വാസ് കണ്ടക്ടഡ് ഫോർ. ഓപ്പറേഷൻ ദേവി ശക്തി എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? ഇവാക്യുവേറ്റിംഗ് ഇന്ത്യൻസ് ആൻഡ് ഫോറിനേഴ്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യൻസിനെയും അതുപോലെ വിദേശികളെയും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ദേവി ശക്തി നടന്നത്. കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ. ഇവിടെ മാച്ച് ചെയ്യാനാണ്, അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ശരിയല്ലാത്ത ജോഡികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 മിസ്റ്റേക്ക് ആണ്, 4 ഇൻകറക്റ്റ് ആയിട്ടുള്ള ജോഡികളാണ്. മാർ കുര്യാക്കോസ്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയാണ് ഉദ്ദേശിച്ചത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അത് മിസ്റ്റേക്ക് ആണ്. അദ്ദേഹത്തിന്റെ കൃതി ധ്യാന സല്ലാപങ്ങളാണ്. വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം, ശ്രീനാരായണ ഗുരു ദർശനമാല, ഇങ്ങനെയായിരുന്നു കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പം ഇൻകറക്റ്റ് പെയേഴ്സ് കണ്ടെത്താനാണ് ഇതിൽ തന്നിരിക്കുന്ന 4 ഇൻകറക്റ്റ് പെയറാണ്. അടുത്ത ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അയർലൻഡ്, കാനഡ. ലിസ്റ്റ് 2 കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നും റൂൾ ഓഫ് ലോ, അയർലൻഡിൽ നിന്നും DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, കാനഡയിൽ നിന്നും റെസിഡുവൽ പവേഴ്സ് അവശിഷ്ട അധികാരം. ഇങ്ങനെയാണ് ജോയിൻ ചെയ്യാറുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്, ബ്രിട്ടനിൽ നിന്ന് റൂൾ ഓഫ് ലോ, അയർലൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, കാനഡ റെസിഡുവൽ പവേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഹു വൺ 2 പാരാലിമ്പിക് മെഡൽസ്. 2 പാരാലിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആവണി ലേഖര. ആവണി ലേഖരയുടെ ചോദ്യം ഒരുപാടായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഹു വൺ 2 പാരാലിമ്പിക് മെഡൽസ് ഈസ് ആവണി ലേഖര. അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ റൂൾസ് 2012, ഫീ ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ ഈച്ച് സബ്സിക്വന്റ് അവർ ഓഫ് ഇൻസ്പെക്ഷൻ ഈസ് 5 രൂപയാണ്. 5 രൂപ. ഐഡന്റിഫൈ ദ ഇൻസിഡന്റ്. 3 ക്ലൂ തന്നിട്ടുണ്ട്. ഇൻസിഡന്റ് കണ്ടെത്തുക. സ്റ്റാർട്ടഡ് ഇൻ 1812. രാമനമ്പി വാസ് ദ ലീഡർ. ടുക്ക് പ്ലേസ് ഇൻ വയനാട്. ഏത് റിവോൾട്ടാണ്? കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട്. If the court finds that a person is holding office but is not entitled to hold that office, then the court issues the writ. ഏത് റിട്ടാണ് അവിടെ പ്രയോഗിക്കുന്നത്? കോ വാറണ്ടോ. അടുത്ത ലിസ്റ്റ് തമ്മിൽ മാച്ച് ചെയ്യാനാണ്. ലിസ്റ്റ് 1 സ്വദേശാഭിമാനി, മിതവാദി, വിവേകോദയം, ഭാഷാപോഷിണി. ലിസ്റ്റ് 2 കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സി കൃഷ്ണൻ. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. സ്വദേശാഭിമാനി സ്റ്റാർട്ട് ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, മിതവാദി സി കൃഷ്ണൻ, വിവേകോദയം കുമാരനാശാൻ, ഭാഷാപോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി, മിതവാദി സി കൃഷ്ണൻ, വിവേകോദയം കുമാരനാശാൻ, ഭാഷാപോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ UN ഇന്റർനാഷണൽ ഈക്വൽ പേ ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ. ദ UN ഇന്റർനാഷണൽ ഈക്വൽ പേ ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ September 18th. September 18th. The Mahatma Gandhi National Rural Employment Guarantee Act provides at least എത്ര ദിവസത്തെയാണ്? 100 days of guaranteed wage employment in every financial year. 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത്. അടുത്ത ചോദ്യം, The National Food Security Act NFSA was passed in the year 2013. Option C. The place മാവിലത്തോട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. മാവിലത്തോട് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? പഴശ്ശിരാജ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പവേഴ്സ് ഓഫ് രാജ്യസഭ. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. രാജ്യസഭ ക്യാൻ ഇനിഷ്യേറ്റ് മണി ബിൽ. അത് തെറ്റാണ്. ലോക്സഭയാണ്
മണി ബിൽസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ബാക്കി രാജ്യസഭയുടെ പവേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അപ്രൂവ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ശരിയാണ്. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദി ഇലക്ഷൻ ടു റിമൂവ് ദ സുപ്രീം കോർട്ട് ജഡ്ജസ്. ഇറ്റ് ക്യാൻ എലോൺ ഇനിഷ്യേറ്റ് ദ പ്രൊസീജിയർ ഫോർ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്. അവസാനത്തെ ചോദ്യം, ദ സവർണ ജാഥ ഇൻ കണക്ഷൻ വിത്ത് ദ വൈക്കം സത്യാഗ്രഹ സബ്മിറ്റഡ് ദെയർ ഡിമാൻഡ് ബിഫോർ ദ റൂളർ. അതായത് സവർണ ജാഥ കൊണ്ട് സമർപ്പിച്ചത് ആർക്കാണ്? സേതു ലക്ഷ്മി ബായിക്കാണ്. സേതു ലക്ഷ്മി ബായ്. അപ്പൊ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് എന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകളും അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, മറ്റു ക്വസ്റ്റ്യൻസ് പോൾസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം.